ഹായ് ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇത് നമ്മളുടെ വീട്ടിൽ ഫുള്ള് ചെയ്ത് സെറ്റപ്പ് ആക്കി. ഇപ്പം സെറ്റപ്പ് ആക്കിയില്ല, കുട്ടി എന്നല്ല മനസ്സിലാവും, സെറ്റപ്പ് ആക്കിയില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ കാടൊക്കെ പറിച്ചെറിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇവിടെ വെറുതെ കിടക്കേണ്ട ആവശ്യമില്ല. കാട് വളർന്നു വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ബയോഗ്യാസ് വെച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കിട്ടുന്നൊരു വളമുണ്ട്, എസൻസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൽ നമുക്ക് കൃഷിയൊന്നുമില്ല ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൃഷി നടാൻ വേണ്ടിയിട്ട് ചീര വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഇന്നലെ ഞാൻ കഴിച്ച് ചീരത്തോരനും ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പറമ്പിലത്തെ ചീരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീര നടുകയാണ്. അപ്പോൾ ഞാൻ എളുപ്പം ചീര നട്ടിട്ട് പോയി കഴിക്കട്ടെ. അപ്പം ഞാൻ എളുപ്പം ചീര നട്ടുകയാണ്. ഭയങ്കര ഇഷ്ടമാണ്. കൃഷിയോടും പണിയോട് ഭയങ്കര താല്പര്യമുള്ള കുട്ടിയാണ് ഞാൻ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നും നോക്കില്ല, ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു. ഇത് വെക്കേഷനേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ അവധി സമയത്തൊക്കെ അമ്മ ചെയ്യിപ്പിക്കും. നമ്മളിവിടുത്തെ പുല്ലൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ. നിങ്ങളിത് കണ്ടിട്ടില്ലേ, ഈ മറ്റേ കയ്യിൽ അച്ചെടുത്തുന്ന സാധനം? അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. വേരൊക്കെ കയറി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. കുഴിച്ചെടുക്കാം. ഒന്നെടുത്തു, ഞാൻ ഇപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഇട്ടെടുത്തു. കുറച്ച് വളം, ഏറ്റവും വലിയ വളം എന്ന് വെച്ചാൽ ഈ കരിയിലകളാണ്. പ്ലാസ്റ്റിക് ഒന്നും നിങ്ങൾ അതിൻ്റെ കൂടെ തിന്നരുത്, അത് വളവേ അല്ല. പ്ലാസ്റ്റിക് ഒന്നും ആരും ദയവ് ചെയ്തിടല്ലേ, അത് വളവേ അല്ല. ഞങ്ങളൊരു കാര്യം പറഞ്ഞതാണ്, വളമേ അല്ല കേട്ടോ പ്ലാസ്റ്റിക്. അപ്പം അതുകൊണ്ട് ആരും പ്ലാസ്റ്റിക് ഇടണ്ട, കേട്ടല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളോട് അമ്മമാരോടൊക്കെയാണ്. അമ്മമാരാണെങ്കിൽ കറക്റ്റ് വളമാണക്കത്. അവർ ചിലപ്പോൾ പ്രായമായ അമ്മമാരൊക്കെ ആണെങ്കിൽ ഇത് വളവാണെന്നൊക്കെ പറഞ്ഞ് പ്ലാസ്റ്റിക് ഇടാറുണ്ട്. പക്ഷെ നിങ്ങൾ ദയവ് ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് വളമല്ല. അത് അവിടെ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കൊന്നും വളരാൻ സാധിക്കത്തില്ല കേട്ടോ. എനിക്ക് അടുത്ത് ഇവിടെ പൊട്ടാം. ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പ്ലാസ്റ്റിക് പൊങ്ങി വരുന്നു. ബ്ലോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ബ്ലോക്സ് ഒക്കെ നിങ്ങൾ മാറ്റുക. ഇതൊന്നും കരിങ്കട്ടൊക്കെ അതെ. പിന്നെ ഇതിനകത്ത് നമുക്ക് ചീര എടുക്കാം. ഇത് ഞാൻ തന്നെ കട്ട് ചെയ്ത ചീരയാണ്. അപ്പം എല്ലാം എൻ്റെ ഭാഗ്യമാണ്. ഇത് നടാം. എങ്ങനെയാണ് ഇത് നടണത്? തലതിച്ച ഇങ്ങനല്ലേ? എങ്ങനെ ഇല വന്ന് പറിച്ചെത്തുന്നു. ഇതുണ്ടോ ഇങ്ങനെ തൂബക്കുറ്റി മാതിരി ഇരിക്കുന്നു. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കൃഷി ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും, കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും. ഞാൻ ഈ പ്രാവശ്യം ഒരു തീരുമാനം എടുക്കുകയാണ്. സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ട്യൂഷന് കുറച്ച് വൈകി പോകും കേട്ടോ. എൻവയോൺമെൻറ്റ് ഡേ June 5 ആണല്ലോ നമ്മുടെ എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ എൻവയോൺമെൻറ്റ് ഡേക്ക് ഞാൻ നല്ലൊരു ചെടി ഞാൻ സ്കൂളിൽ നിന്ന് പറിച്ചോണ്ട് വന്നു. സ്കൂളിൽ നിന്ന് പറിച്ചോണ്ട് വന്ന് ഞാൻ നല്ലൊരു ചെടി വെക്കും കേട്ടോ. നമുക്ക് അവിടൊക്കെ കിടക്കുന്നു. അയ്യോ ഒച്ച് ഇതൊക്കെ കിടക്കുന്ന അരിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ആദ്യം ഈ പ്ലേസ് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കുത്തിക്കളയാം. ക്ഷീണിച്ചു.
ക്ഷീണിച്ചോ? മമ്മി പൊക്കോട്ടെ, വച്ചോളൂ. ഓക്കെ, അപ്പോഴത്തെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അനദർ ഫ്രം ക്യാരി ദിസ്. ബൈ ബൈ.